ഹലോ, എല്ലായിടത്തും നല്ല തണുപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തണുത്ത ക്രിസ്മസ് ദിനങ്ങളിൽ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് തണുത്ത ചിത്രങ്ങൾ, അതായത് മഞ്ഞ്, സാന്താക്ലോസ്, അങ്ങനെ ആ ഒരു വൈബിലുള്ള കുറച്ച് ചിത്രങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. മെറി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോ ഭാഗത്തിലെ ഒന്നാമത്തെ സിനിമയാണ് ഹോം അലോൺ എന്ന സിനിമാ പരമ്പരയിലെ രണ്ടാം ഭാഗമായ ഹോം അലോൺ 2 ലോസ്റ്റ് ഇൻ ന്യൂയോർക്ക്. ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ തന്നെ സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം. സ്പോയിലർ ആവാത്ത വിധത്തിൽ. കെവിൻ എന്ന കുസൃതിക്കാരനായ 10 വയസ്സുകാരനും കുടുംബവും ക്രിസ്മസ് വെക്കേഷനായി ഒരുങ്ങുകയാണ്. ഇത്തവണ ഫ്ലോറിഡയിലേക്കായിരുന്നു അവരുടെ യാത്ര. എന്നാൽ എയർപോർട്ടിൽ വെച്ചുണ്ടാകുന്ന തിക്കിനും തിരക്കിനിടയിൽ പെട്ട് അബദ്ധത്തിൽ നമ്മുടെ 10 വയസ്സുകാരനായ കെവിൻ ന്യൂയോർക്കിലേക്കുള്ള വിമാനത്തിൽ കയറിപ്പോകുന്നു. ന്യൂയോർക്കിൽ എത്തിയ ശേഷം അവൻ തന്റെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊരു ആഡംബര ഹോട്ടലിൽ താമസിച്ച് അടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സമയത്താണ് കള്ളന്മാരായ ഹാരിയും മാർവും ജയിൽ ചാടി ന്യൂയോർക്കിലെത്തുന്നത്. തുടർന്ന് അവർ കെവിനെ പിന്തുടരുകയും കെവിനെ പിടികൂടാനായി ആസൂത്രണം നടത്തുന്നു. പിന്നീട് നടക്കുന്ന വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ സിനിമ പുരോഗമിക്കുന്നു. ഇത്തവണ കെവിൻ അവരെ എങ്ങനെ നേരിടുന്നു എന്നതാണ് സിനിമയുടെ ബാക്കി കഥാഭാഗം. ഈ ഒരു വീഡിയോ ഭാഗത്തിലെ രണ്ടാമത്തെ സിനിമ നമ്മളിൽ ഭൂരിഭാഗം പേരും കൊച്ചിടി വഴി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. 2005 പുറത്തിറങ്ങിയ ദ ക്രോണിക്കിൾ ഓഫ് നാർണിയ. സത്യം പറയാലോ, ആ പഴയ കുട്ടിക്കാലമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യാ, ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാനൊന്നും പോണില്ലല്ലോ. അങ്ങനെ കിട്ടുമെങ്കിൽ എന്ത് വില കൊടുത്ത് വേണമെങ്കിലും നേടിയെടുക്കായിരുന്നു. അതൊക്കെ ഒരു കാലം. അതെ, അമ്മ ചോദിച്ചാ ഞാൻ മേരിയുടെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി കേട്ടോ. 2 ആഴ്ചത്തേക്ക് പോണോ? ഇത് കുറച്ച് കൂടുതലല്ലേടാ. പറ്റിയാ വേഗം വന്നേക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാനില്ലാതിരിക്കാനും നീ പഠിക്കണ്ടേ? പക്ഷെ നീയല്ലേ എപ്പോഴും എന്നെ പ്രശ്നങ്ങളിൽ നിന്നും വന്ന് രക്ഷിക്കുക. പ്രശ്നങ്ങളൊക്കെ തനിക്ക് നേരിടാൻ നീ പഠിക്കണ്ടേ? എനിവേ, അതെല്ലാം വിട്, നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന 4 സഹോദരങ്ങൾ താമസിക്കാനായി എത്തിച്ചേർന്നത് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു വലിയ ബംഗ്ലാവിലായിരുന്നു. അവരുടെ അകന്ന ബന്ധുവായ പ്രൊഫസറും ജോലിക്കാരിയും മാത്രമായിരുന്നു ആ വീട്ടിലെ താമസക്കാർ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലൂസി എന്ന ഇളയ കുട്ടി കളിക്കുന്നതിനിടയിൽ ഒരു അലമാറയിൽ കയറി ഒളിക്കുന്നു. എന്നാൽ അവൾ എത്തിപ്പെട്ടത് നാർണിയ എന്ന മറ്റൊരു ലോകത്തായിരുന്നു. മഞ്ഞുമൂടി കിടക്കുന്ന നാർണിയ എന്ന രാജ്യവും ഫാന്റസിയും അവിടെ തുടങ്ങുകയാണ്. തുടർന്ന് നാർണിയ എന്ന മറ്റൊരു ലോകത്തിന്റെ തീർത്തും വ്യത്യസ്തമായ ഒരു കഥയാണ് പിന്നീട് ചിത്രത്തിൽ. ഈ ഒരു സിനിമ എപ്പോൾ കണ്ടാലും ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന കാര്യത്തിൽ സിനിമ 101% നീതി പുലർത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടി. ക്രിസ്മസ് എന്ന് കേട്ടാൽ പലർക്കും ഓർമ്മ വരുന്നത് സാന്താക്ലോസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പനെയാണ്. ഫിലാൻഡലിലെ ഒരു കാട്ടിൽ ജീവിച്ചിരുന്ന നിക്കോളസ് എന്ന പയ്യൻ തന്റെ സാഹസങ്ങളിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും എങ്ങനെ ലോകമെമ്പാടും പ്രിയങ്കരനായ ക്രിസ്മസ് പപ്പയായി മാറി എന്നുള്ള കഥയാണ് 2021 പുറത്തിറങ്ങിയ എ ബോയ് കോൾഡ് ക്രിസ്മസ് എന്ന ചിത്രം. തന്റെ അപ്പനെ തേടി ആർട്ടിക്കിലേക്ക് സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ട നിക്കോളസ് എന്ന പയ്യൻ പക്ഷെ ഒടുവിൽ താൻ എൽഫാം എന്ന മാന്ത്രിക ഗ്രാമത്തിൽ എത്തിപ്പെടുന്നതും തുടർന്നുള്ള അത്ഭുത സംഭവങ്ങളാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സിനിമയുടെ ഏകദേശ കഥാരൂപം. ഇന്ന് കാണുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെ തുടങ്ങിയെന്ന് വളരെ മനോഹരമായി തന്നെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നിരവധി ഫാന്റസി എലമെന്റുകൾ ഉണ്ടെങ്കിൽ പോലും മുതിർന്നവർക്കുള്ള ചില ഗുണപാഠങ്ങളുമുണ്ട് ഈ ഒരു സിനിമയിൽ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നാലാമത്തെ ചിത്രം 2002 ക്രിസ് വെഡ്ജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അഡ്വഞ്ചർ ആനിമേഷൻ കോമഡി സിനിമയാണ് ഐസ് ഏജ്. IMDbയിൽ നിന്ന് 7.5 റേറ്റിംഗ് ഉള്ള ഈ ഒരു സിനിമയുടെ ചെറിയൊരു വൺലൈൻ പറഞ്ഞു തരാം. ഏകാന്തനും പരുക്കൻ സ്വഭാവവുമായ മാൻഫ്രൈഡ് അഥവാ മാനി എന്ന മാമത്തും വഴിയിൽ വെച്ച് അവന്റെ കൂടെ കൂടിയ നിഷ്കളങ്കനും അരഭട്ടനും അതുപോലെ തല്ലുകൊളിയുമായ സ്ലീഡ് എന്ന സ്ലോത്തും ഇവരെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃശ്ചികമായി ഒഴുക്കിൽപ്പെട്ട് വരുന്ന അമ്മയെയും കുഞ്ഞിനെയും ഇരുവരും കാണുന്നു. കുഞ്ഞിനെ കരയ്ക്ക് കയറ്റിയെങ്കിലും അമ്മയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ മനുഷ്യരുടെ അടുത്തെത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഇരുവരുടെയും കഥയാണ് ചിത്രം. ഇതിനിടയിൽ തന്റെ കൂട്ടുകാരെ വകവരുത്തിയ മനുഷ്യരോട് പ്രതികാരം ചെയ്യാനായി കുഞ്ഞിനെ പിടികൂടാൻ ഇറങ്ങിയ ഡീഗോ എന്ന
സൈബർ കടുവയും ചെങ്ങാത്ത നടിച്ച് അവരുടെ ലക്ഷ്യത്തിൽ കൂടെ കൂടുന്നു. ബാക്കി വരുന്ന രസകരമായ ഒട്ടനവധി നിമിഷങ്ങൾ നിങ്ങളുടെ കാഴ്ചാനുഭവത്തിനായി വിട്ടുതരികയാണ്. 2004 റോബർട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ സിനിമയാണ് ദ പോളാർ എക്സ്പ്രസ്. ഈ ക്രിസ്മസ് കാലത്ത് മാത്രമല്ല എല്ലാ ക്രിസ്മസ് രാവുകളിലും ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികളും കാത്തിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട സാന്താക്ലോസിനെയാണ്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് സാന്താക്ലോസിന്റെ സമ്മാനപ്പൊതികളാണ്. അങ്ങനെ ഒരു സാന്താക്ലോസ് ശരിക്കും ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഗ്രാൻഡ് റാപ്പിഡ്സ് എന്നൊരു ടൗണിലെ താമസക്കാരനായ ഒരു ബാലനിൽ നിന്നും ദ പോളാർ എക്സ്പ്രസ് എന്ന സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഒരു ക്രിസ്മസ് രാവിൽ നോർത്ത് പോളിൽ നിന്ന് പുറപ്പെടുന്ന പോളാർ എക്സ്പ്രസിലൂടെ അവൻ യാത്ര പുറപ്പെടുന്നു. അങ്ങകലെ സാന്താക്ലോസിന്റെ നാട്ടിലേക്ക് ഒരു തീവണ്ടി യാത്ര. ആ യാത്രക്കിടയിൽ നടക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒട്ടനവധി നിമിഷങ്ങളിലൂടെ പിന്നീട് സിനിമ പുരോഗമിക്കുന്നു. ഈ ഒരു വീഡിയോ ഭാഗത്തിലെ അവസാന സിനിമ 2019 ദിലീപ് നായകനായി എത്തിയ മലയാള ചിത്രമാണ് മൈ സാന്റ. നല്ലൊരു സിനിമയായിട്ട് കൂടി എന്തുകൊണ്ടോ ചിത്രത്തിന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ഇതൊരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ സ്റ്റോറി 2 വാക്കിൽ ഒതുക്കിയേക്കാം. സാന്താക്ലോസിനെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ? അത്തരത്തിൽ സാന്താക്ലോസിനെ കാണണമെന്ന ആഗ്രഹമായി നടക്കുന്ന ഐസ എന്ന പെൺകുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു ദിവസം സാന്താക്ലോസ് പ്രത്യക്ഷപ്പെടുന്നതും തുടർന്ന് ഐസയുടെ ഓരോ ആഗ്രഹങ്ങളും ഓരോന്നായി സാന്താക്ലോസ് നിറവേറ്റി കൊടുക്കുന്നതുമാണ് ചിത്രത്തിൽ. സാന്താക്ലോസ് ഇന്റർനാഷണൽ ആയിരിക്കും, പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ അത് ലോക്കൽ മതി. അപ്പോൾ സിനിമയെ പറ്റി അധികം പറഞ്ഞങ്ങ് കുളമാക്കുന്നില്ല. ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു മലയാള സിനിമ C5 അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.